വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള വാക്പോരിന് പുതിയ തലം നൽകി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ബിജെപി കാണുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുലിന്റെ ആരോപണത്തെ ശക്തമായി നേരിട്ടത് വോട്ട് മോഷണത്തിന് പകരം നുഴഞ്ഞുകയറ്റക്കാർ എന്ന വിഷയത്തെ ഉയർത്തിക്കൊണ്ടാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ബിജെപി തങ്ങളുടെ പരമ്പരാഗത രാഷ്ട്രീയ തന്ത്രമായ ദേശീയ സുരക്ഷയെയും കുടിയേറ്റ വിഷയങ്ങളെയും വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. ഈ വിഷയത്തെ ബീഹാറിലെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനും മുസ്ലിം വിഭാഗത്തിനെതിരെ ഒളിയമ്പുകൾ തൊടുക്കാനും ബിജെപി ശ്രമിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടാണ് രാഹുൽ ഗാന്ധി നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന അമിത്ഷായുടെ പ്രസ്താവന ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു ശ്രമമായി കണക്കാക്കാം. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ പരിഹാസം വ്യക്തിപരമായ ആക്രമണങ്ങളിലൂടെ കോൺഗ്രസിനെയും രാഹുലിനെയും ദുർബലപ്പെടുത്തുക എന്ന ബിജെപി തന്ത്രത്തിന്റെ ഭാഗമാണ്. രാഹുലിന്റെ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമെന്ന് മുദ്രകുത്തി അദ്ദേഹത്തിന് മുൻപുണ്ടായ നിയമപരമായ തിരിച്ചടികൾ ഓർമ്മിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഒരു വിശ്വസ്തനല്ലാത്ത രാഷ്ട്രീയ നേതാവാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇത് രാഹുലിന്റെ ആരോപണങ്ങളെ വസ്തുതാപരമായി നേരിടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ നീക്കമായി കാണാം.